ഇവിടെ ഞാൻ 2 ലെവൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. 2 ലെവലാണ് ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ 2 ലെവൽ എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഉണ്ടോ, പ്രൈസ് എവിടെ നിന്നാണ് റിയാക്ഷൻ നടത്തിയ ആ ലെവൽ തന്നെയാണ് ഞാനൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തത്. പ്രൈസ് നിയറസ്റ്റ് ആയിട്ട് സപ്പോർട്ട് എടുത്ത ഈ ലെവൽസ് ഞാനിവിടെ ഒരു എന്താ പറയുക, ഒരു 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 റിയാക്ഷൻ ഏരിയ ഒരു ഡിമാൻഡ് സോണായിട്ട് എടുത്തു. പിന്നെ ഞാൻ അടുത്തൊരു ട്രേഡിലേക്ക് നോക്കുന്നത്, ഇപ്പോൾ എനിക്ക് 2 ഏരിയ കിട്ടി. അപ്പം ഞാൻ അടുത്തൊരു ട്രേഡ് നോക്കുന്നത് ഈ ഒരു ഇവിടെ കണ്ടോ, ഇവിടെ മാർക്കറ്റ് ഒരു ഒരു ട്രിപ്പിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത ലെവലാണ്. ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് മേലേക്ക് കയറുമെന്നാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ലെവലിൽ പ്ലോട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി പ്രൈസ് എന്താ ചെയ്യേണ്ടത്, പ്രൈസ് ഇനി നമുക്ക് ഒരു ബൈ എടുക്കണമെങ്കിൽ പ്രൈസ് ഇതാണിപ്പോൾ ട്രെൻഡ് നിൽക്കുന്നത്, ഒരു ഡൗൺ ട്രെൻഡാണ്. ഇത് നേരെ ഒരു അപ്പ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഈ ഒരു സ്ട്രക്ചർ കാണിച്ചാൽ ഞാൻ ഇവിടെ ബൈ എടുക്കാനായിട്ട് ഒരു ഹാമർ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ബൈ ട്രേഡിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത്. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതൊന്നും പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇവിടെ നമ്മൾ ബ്ലൈൻഡ്ലി ബൈ ചെയ്യുകയാണ്. എന്താ സംഭവം, പ്രൈസ് നോക്കിയാൽ നിങ്ങൾ നോക്കിയേ, പ്രൈസ് അതിൻ്റെ ഹൈസിനെ ലോവർ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കും. ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്, എഗെയിൻ ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഓക്കെ, എഗെയിൻ ഇവിടെ ഒരു ഹൈ ഉണ്ട് അല്ലേ. മാർക്കറ്റ് അതിൻ്റെ ഹൈസിനെ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുക. അറ്റ് ദ സെയിം ടൈം മാർക്കറ്റ് അതിൻ്റെ ലോസിനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കിയാൽ ലോ, എഗെയിൻ ലോ, എഗെയിൻ ലോ അല്ലേ. ഈ 2 ലോ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുക, പ്രൈസ് എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് വെയിറ്റ് ചെയ്യുക.